മാരൻ പുകഴേന്തിയുടെയാണ് സ്റ്റോറി. ക്യാമറ രവി കെ ചന്ദ്ര, എഡിറ്റിംഗ് സതീഷ് സൂര്യ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാർ. ബഡ്ജറ്റ് 150-180 കോടി രൂപയോളം. 1965 ഉണ്ടായ സംഭവത്തെ കുറിച്ച് നമ്മളെ വിസ്മൃതിയിലായി പോയിട്ടുണ്ട്. പക്ഷെ ആ സംഭവം ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഇന്ത്യയിലെ ചൂട് പിടിച്ച് വീണ്ടും ഈ വിഷയം ഉണ്ടാവുകയും അത് ഇന്ത്യ മൊത്തം കത്തിപ്പടരുകയും ചെയ്തു. അതാണ് അന്നത്തതിനും അപേക്ഷിച്ച് ഇന്നതിന് വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മുടെ ഡിഫറെന്റ് സ്റ്റേറ്റുകളാണല്ലോ, അന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് മീഡിയ ഇത്രയും ഇതല്ലാത്തത് കൊണ്ട് അത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് തോന്നുന്നു. തമിഴ്നാട്, കേരളം, കർണാടക ഇവിടെയായിട്ട് മാത്രം നിന്നു. പിന്നെ ഇത് കുറച്ച് ഔട്ടറിലോട്ട് പോയിട്ടുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ അതൊക്കെ ഒരുപാട് പൂഴ്ത്തി വയ്ക്കപ്പെട്ടു. പിന്നെ അത് ഇതിനകത്ത് മാത്രം ഒതുങ്ങുന്ന സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രശ്നമായിട്ട് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷം മുമ്പ് നടന്ന സംഭവം അതിവിരുദ്ധമാണ്. ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരിക്കും. വിവാദങ്ങൾ നമ്മുടെ ഭരണാധികാരികള് നിർബന്ധപൂർവ്വം വീണ്ടും പടച്ചുവിടാൻ ശ്രമിച്ച ഈ പരിപാടിക്ക് എവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾ അറിയിക്കണം. സൗത്ത് ഇന്ത്യ മാറി, സൗത്ത് ഇന്ത്യ വെറും സൈഡായിട്ട് മാറി. അത് മഹാരാഷ്ട്രയെ ബാധിച്ചു. മഹാരാഷ്ട്ര ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. പിന്നെ ഹിന്ദി സംസാരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളും, ആസാം ആയാലും ഛത്തീസ്ഗഡ് ആയാലും ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങൾ, ഹിന്ദി മെജോറിറ്റി അല്ലാത്ത സംസ്ഥാനങ്ങൾ. ഹിന്ദി മെജോറിറ്റി എന്ന് പറയുന്നത് 1-2 സംസ്ഥാനങ്ങളല്ലേ നമ്മുടെ നാട്ടിലുള്ളൂ. ബാക്കിയെല്ലാ സ്റ്റേറ്റുകാർക്കും അവരവരുടേതായ ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് നമുക്ക് മാത്രമുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല ഫിലിമാണ് ഈ പടം. ഈ പടത്തിന്റെ ഞാൻ ഒറ്റ എപ്പിസോഡായിട്ട് ചെയ്യാതെ ഞാൻ 5 എപ്പിസോഡായിട്ട് ഇതിനെ തിരിക്കുകയാണ്. എനിക്ക് 5 ചോദ്യങ്ങളാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് ചോദിക്കുന്നത്. നമ്മുടെ രാജ്യം ഇപ്പോ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളതൊന്നും ഞാൻ പറയണ്ട. അതൊക്കെ നാട്ടുകാരിൽ 150 കോടി ജനങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം 150 കോടി ജനങ്ങളുടെ ശേഷം 10-75 കോടി ജനം വോട്ട് ചെയ്യണുണ്ടല്ലോ, ഏത് വിധത്തിലായാലും. അപ്പൊ അത് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് അതിനെക്കുറിച്ച് ചർച്ചയ്ക്കറിയില്ല. പക്ഷെ ഞാൻ 5 ചോദ്യങ്ങൾ ഇവിടെ എറിയുകയാണ്. ഒന്ന്, ഇത് 1965 നടന്നെങ്കിൽ അത് അന്നത്തെ കഥ. ഇത് 2025. ഈ 2025 ഈ കഥയ്ക്ക് സാമ്യം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ബോക്സോളോ എൻ്റെ കാഴ്ചപ്പാട്. അതിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ഇതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഭാഷ, ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ? ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ നിർബന്ധപൂർവ്വം? രണ്ടാമത്തെ എൻ്റെ ചോദ്യം, മതം ഇമ്പോർട്ടൻ്റ് ആക്കി രാജ്യം മുന്നോട്ട്